ഹായ്, അപ്പം ഞാൻ പറഞ്ഞ എച്ച് പിയുടെ ലാപ്ടോപ്പ് ഇതാണ്. എച്ച് പിയുടെ 15S എന്നുള്ള മോഡലാണ് ഈ ഒരു ലാപ്ടോപ്പ്. എച്ച് പിയുടെ ലോഗോ കൂടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൻ്റെ ഒരു പ്രോസസ്സറും കാര്യങ്ങളും പറയുവാണെങ്കിൽ i3-ൽ 11th ജനറേഷനിലുള്ള ലാപ്ടോപ്പാണ് ഈ ഒരു ലാപ്ടോപ്പ്. അധികം യൂസ് ചെയ്തിട്ടില്ലാത്ത ലാപ്ടോപ്പാണ്. ഇതിൻ്റെ റാം വേരിയൻറ്റ് പറയുവാണെങ്കിൽ 8GB റാം 556 ഇൻറ്റേർണൽ SSD വരുന്നൊരു മോഡലാണ്. ഇതിനകത്ത് നമുക്ക് റോം ആയാലും റാം ആയാലും എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇതിൽ എക്സ്റ്റേണലായിട്ടല്ല, ഇൻസൈഡ് തന്നെ നമുക്ക് HDD ആയാലും SSDയുടെ ആയാലും സ്റ്റോറേജ് നമുക്ക് ഇതിൽ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. റാം നമുക്ക് 16GB വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഈ ലാപ്ടോപ്പിൻ്റെ ഒരു സൈഡിലോട്ട് വരുവാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡായിട്ട് വരുന്നത്. ഇവിടെ നമുക്ക് നമ്മുടെ നെറ്റ്വർക്കിൻ്റെ ലാൻ കേബിളിൻ്റെ പോർട്ട് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതിൻ്റെ താഴെ HDMI പോർട്ടാണ് കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. നമുക്ക് ഈ HDMI പോർട്ട് ഉപയോഗിച്ച് ഔട്ട്പുട്ട് എടുക്കാൻ പറ്റും. ഓഡിയോ ആയാലും വീഡിയോ ആയാലും ഫുൾ HD സപ്പോർട്ട് ചെയ്യുന്നതാണ്. തൊട്ട് താഴെ നമുക്ക് ടൈപ്പ് സി ടൈപ്പ് ഒരു പോർട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ ഇൻപുട്ടും ഔട്ട്പുട്ടും എടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. അതിൻ്റെ താഴെ തന്നെ 3.0mm ഓഡിയോ ജാക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് കഴിയും. അതും ഔട്ട്പുട്ടും ഇൻപുട്ടും എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇവിടെ 2-3 ലൈറ്റ് സിഗ്നൽ ഉണ്ട്. അത് നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. നെറ്റ്വർക്കിൻ്റെതും USB-യുടെ സ്റ്റാറ്റസും ആണ് അവിടെ നിന്ന് അറിയാൻ വേണ്ടിയിട്ട് കഴിയുക. ബാക്ക് സൈഡിലോട്ട് വരുമ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. ഇവിടെയാണ് ഇതിൻ്റെ ഒരു എയർ വെൻറ്റ് കൊടുത്തിട്ടുള്ളത്. 2 എയർ വെൻറ്റ് ഉണ്ട്. ഒന്ന് ഈ ഡിസ്പ്ലേയുടെ ഈ ഒരു ഇവിടെ ആയിട്ടാണ് വരുന്നത്. വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. പിന്നെ നമ്മൾ തറയിൽ വയ്ക്കുമ്പോൾ റബ്ബർ നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള 2 സ്റ്റിക്കേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ലാപ്പിൻ്റെ ജനറേഷൻ അല്ലെങ്കിൽ വെർഷൻ എഴുതിയിട്ടുള്ളൊരു സ്റ്റിക്കർ ഇവിടെ ഉണ്ട്. ഇതാണ് ബാക്ക് സൈഡ് വരുന്നത്. മറ്റൊരു സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ മറ്റൊരു സൈഡ് വരുന്നത്. 2 USB പോർട്ടാണ് ഫസ്റ്റ് തന്നെ കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. ഈ മേളിൽ കാണുന്നതാണ് ചാർജിങ് പോർട്ട് വരുന്നത്. ചാർജർ വരുന്നത് 65 വാൾട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് വരുന്നത്. 1 hour കൊണ്ട് നമുക്ക് ഫുൾ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ഇവിടെ നമുക്ക് SSD അല്ലെങ്കിൽ നമുക്ക് SD കാർഡ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊജക്ടർ ഔട്ട്പുട്ട് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇൻപുട്ടും ഇവിടെ സപ്പോർട്ട് ചെയ്യും. നമുക്കതിൽ വീഡിയോ ഓഡിയോ അല്ല ഇൻപുട്ടായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് മെമ്മറി കാർഡൊക്കെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഇവിടെ സപ്പോർട്ട് ചെയ്യും. അത് തന്നെ നമുക്ക് ലാപ്പ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ HP ലാപ്ടോപ്പ് എല്ലാവർക്കും അറിയാമായിരിക്കും. ഫ്ലാഗ്ഷിപ്പ് ലെവൽ ലാപ്ടോപ്പ് ആണെങ്കിൽ ഭയങ്കര സ്മൂത്ത് ആയിരിക്കും. ഇതൊരു അല്പം ടൈറ്റുള്ള ഒരു ലാപ്ടോപ്പ്. ഡിസ്പ്ലേ ലെഡ് ഓപ്പൺ ചെയ്യുമ്പോൾ അല്പം ടൈറ്റാണ്. അപ്പം ഇതാണ് ഓപ്പൺ ചെയ്തിട്ടുള്ള ഭാഗം. വരുമ്പോൾ സൈഡിലുള്ള റിഫ്ലക്ഷൻ കാരണം ഡിസ്പ്ലേയിൽ എന്നെ കാണുന്നുണ്ട്. അപ്പം ഫുൾ HD റെസൊല്യൂഷൻ വരുന്ന ഒരു ഡിസ്പ്ലേ ആണ് ഇവിടെ ഉള്ളത്. ഞാൻ ഈ ലാപ്ടോപ്പ് ഓൺ ചെയ്ത് കാണിക്കുന്നില്ല, കാരണം ഇത് ഫോർമാറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ലാപ്ടോപ്പാണ്. ഇതിനകത്തൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ല. അപ്പം നിങ്ങൾക്ക് വിൻഡോസ് ആണ് വേണ്ടതെങ്കിൽ വിൻഡോസ് 11 ഹോം എഡിഷൻ ലൈഫ് ടൈം ആയിട്ടും MS ഓഫീസ് ലൈഫ് ടൈം ആയിട്ട് നമ്മൾ തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഉബണ്ടു നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. ബ്ലാക്ക് ബെസൽസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഒരു മാറ്റ് ഫിനിഷ് ഉള്ള ബെസൽസ് ആണ്. ഭയങ്കരമായിട്ടുള്ളൊരു ബെസൽ അല്ലെങ്കിലും ഒരു മീഡിയം ലെവലാണ് ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ ക്യാമറ നോക്കുവാണെങ്കിൽ ഫുൾ HD സപ്പോർട്ട് ചെയ്യുന്ന ക്യാമറയാണ്. 4K 8K എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഫുൾ HD ആണ്. അതായത് നമുക്ക് സൂം മീറ്റിംഗ്, ഗൂഗിൾ മീറ്റ് ഇതൊക്കെ നമുക്ക് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് സൈഡ് കാണിക്കുമ്പോൾ ഇവിടെയാണ് സ്പീക്കർ ഗ്രില്ല് വരുന്നത്. സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് വരുന്നത്. 2 സ്പീക്കേഴ്സ് അതുകൊണ്ട് തന്നെ ഉണ്ട്. ഇവിടെയാണ് പവർ ബട്ടൺ വരുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് നോക്കുമ്പോൾ കീബോർഡിലോട്ട് നോക്കുമ്പോൾ ഇതാണ് ഇതിലുള്ള കീബോർഡ് വരുന്നത്. അധികം യൂസ് ചെയ്തിട്ടില്ലാത്ത കീബോർഡാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ലൈറ്റ് സപ്പോർട്ട് ചെയ്യുന്ന കീബോർഡാണ്. അതായത് ബാക്ക് ലൈറ്റ് സപ്പോർട്ട് ചെയ്യുന്ന കീബോർഡാണ്. നമ്പേർഡ് ആയിട്ട് ഇവിടെ തന്നെ ഉണ്ട്. 15 ഇഞ്ച് ആണ് ഡിസ്പ്ലേയിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാപ്ടോപ്പ് അത്രയും സൈസ് ഉണ്ട്. ഇതിൻ്റെ വെയിറ്റ് പറയുവാണെങ്കിൽ 1.4 kg ആണ് ഇതിൽ പറയുന്നത്, കമ്പനി അവകാശപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഒരു ട്രാക്ക് പാഡ് ഉണ്ട്. നല്ല സ്മൂത്ത് ഉള്ള ടച്ച് പാഡ് തന്നെയാണ് ഇവിടെ ഉള്ളത്. എല്ലാ ലാപ്ടോപ്പിലും ഉള്ളതുപോലെ ലാറ്റൻസി ഇഷ്യൂ ഒന്നും ഇവിടെ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരില്ല. 3GB റാമിൻ്റെ ഗ്രാഫിക്സ് കാർഡാണ് ഈ ഒരു ലാപ്ടോപ്പിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ ചെറിയ ഗെയിമൊക്കെ, ബേസിക് ആയിട്ടുള്ള ഗെയിംസൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് പ്ലേ ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ ഏതെങ്കിലും ചെറിയ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ നമുക്കിതിൽ നന്നായിട്ട് തന്നെ നടക്കുന്നതാണ്. ഓഡിയോ എഡിറ്റിംഗ് നന്നായിട്ട് ഇതിൽ നടക്കും. ഹൈ ഗ്രാഫിക്സ് ഉള്ള വീഡിയോസ് അല്ലെങ്കിൽ ഗെയിംസ് നമുക്ക് ഇതിനകത്ത് എഡിറ്റ് ചെയ്യാനോ ഗെയിം പ്ലേ ചെയ്യാനോ ഇതിൽ കഴിയത്തില്ല. ഇവിടെ നമുക്ക് മൗസിൻ്റെ ബട്ടൺ വരുന്നുണ്ട്. ഇവിടെ പിന്നെ HPയുടെ ലോഗോയും സ്റ്റിക്കേഴ്സും ബാർകോഡൊക്കെ വരുന്നുണ്ട്. ജനറേഷനൊക്കെ അവിടെയും എഴുതിയിട്ടുണ്ട്. ഇതാണ് ഈ ഒരു ലാപ്ടോപ്പിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഈ ലാപ്ടോപ്പിൻ്റെ ബോഡിയെ പറ്റി പറയുവാണെങ്കിൽ മെറ്റൽ ബോഡിയല്ല ഇതിനകത്ത് വരുന്നത്. ഒരു പ്ലാസ്റ്റിക് അല്ല, ഇതൊരു ഫ്രെയിം, നമ്മുടെ
ഫൈബർ ടൈപ്പ് ഒരു ബോഡിയാണ് ഇതിൽ വരുന്നത്. ഐവറി കളറാണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ ബ്ലാക്ക് വേരിയൻറ്റും ഉണ്ട്. ബ്ലാക്ക് വേരിയൻറ്റ് ഇതിനേക്കാളും റേറ്റ് കുറവാണെങ്കിലും ഇത് ഈ ഒരു കളറിനാണ് റേറ്റ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ലാപ്ടോപ്പിന് 20 ആണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം.